CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ട്രംപിനോട് മോദി കാണിക്കുന്ന വിധേയത്വമാണ് കേരളത്തിൽ കോൺഗ്രസിന് BJPയോടുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ രണ്ടാം ഘട്ട പര്യടനത്തിന് ഗുരുവായൂരിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിക്കും. വാതിൽമാടത്തിൽ 53 ദിവസത്തെ കളമെഴുത്തിനും കളമ്പാട്ടിനും ഇതോടെ സമാപനമാകും. ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുടെ മരവിപ്പിക്കൽ റദ്ദാക്കി ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ സ്ഥലമെടുപ്പ് വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് NK അക്ബർ MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. SIR നടപ്പിലാക്കുന്നത് എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കാനല്ല, ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും വോട്ട് ഇല്ലാതാക്കാനാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF നടത്തുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിദ്ധമായ കുന്നംകുളം ഐക്യസുവിശേഷ മഹായോഗം ഫെബ്രുവരി 9 മുതൽ 15 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും വേലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വരക്കൂട്ടം ചിത്രരചന ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്കെത്തിക്കാൻ LDF നേതൃത്വത്തിൽ നടക്കുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. വടക്കേകാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി ലിംഗസമത്വ അവബോധ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മുണ്ടകൻ കൃഷിയുടെ ഭാഗമായി പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് ജൈവരീതിയിൽ കൃഷി ചെയ്ത കാലാബത്തി രക്തശാലി നെല്ലിനങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയായി. അഗതിയൂർ കലശമലയിലെ ആര്യലോക് ആശ്രമത്തിന് കീഴിൽ ജൈവകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി നടത്തിയത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ദിനാചരണം നടത്തി. കോട്ടപ്പടി RCUP സ്കൂളിന്റെ 138ാമത് വാർഷിക അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷം ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എയ്യാൽ വെളുത്തുപാറ പാടശേഖരത്തിലെ പാട്ടത്തിനെടുത്ത 10 പറ കണ്ടത്തിലാണ് ഇത്തവണ വിദ്യാർത്ഥികൾ കൃഷിയിറക്കിയത്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബെത്ത് എക്സലോ സമ്മാനദാന ചടങ്ങ് നടത്തി. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് നടത്തിയ ജനസഭ ശ്രദ്ധേയമായി. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ജനകീയാസൂത്രണം 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് ജനസഭ നടത്തിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച BJP സർക്കാരിനെതിരെ SDPI നേതൃത്വത്തിൽ ചാവക്കാട് പുത്തൻകടപ്പുറത്ത് പ്രതിഷേധ സംഗമം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.